പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 29 ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അത്ഭുതകരമായി അതിശയകരമായി സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 61 സങ്കീർത്തനം 2 വാക്യം. സാംസ് 61 വേഴ്സ് 2 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനം. നിലവിളിയോടെ, അപേക്ഷയോടെ, കരച്ചിലോടെ ആരംഭിക്കുന്ന സങ്കീർത്തനം 8 വാക്യത്തിൽ അവസാനിക്കുമ്പോൾ തന്റെ വലിയ പ്രത്യാശ സ്തോത്രത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. അനേകം ശത്രുക്കളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ദാവീദിന്റെ ജീവിതയാത്രയിൽ തനിക്ക് ചുറ്റും ശത്രു പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ, പല വിധത്തിൽ തന്നെ പതിയിരുന്ന് ആക്രമിക്കുന്ന അവസ്ഥകൾ, ഈ നിലയിൽ ദാവീദ് മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എപ്പോഴാണ്? എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം പ്രായഭേദമന്യേ എല്ലാവരും മാനസികമായി ക്ഷീണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഡിപ്രഷനാണ്. കൗൺസിലിംഗ് വേണം. ഇത് ഇന്നൊരു ഫാഷനായി, ഒരു പൊതു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മാറ്റിയിരിക്കുന്നു. ഓർക്കുക, എല്ലാവരും മാനസികമായി തളർന്നു. പുറത്ത് നല്ല വസ്ത്രധാരണം, നല്ല ചിരി, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ നിശബ്ദത, മൗനം, ഏകാന്തത, ആരോടും താല്പര്യമില്ലായ്മ, എല്ലാത്തിനോടും വെറുപ്പ്, ആകമാനം നിഷ്ക്രിയമായ ഒരന്തരീക്ഷം. ഈ അവസരത്തിൽ എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും ചെയ്യുന്നത് പല കൗൺസിലേഴ്സിനെ പോയി കാണുന്നു, പല സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നു, പലവിധ മെഡിസിൻസ് ഉപയോഗിക്കുന്നു, യോഗ ചെയ്യുന്നു, എന്തെല്ലാം നൂതന സജ്ജീകരണങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും സ്വന്തമായും അഡ്വൈസായിട്ടും ഊഹിച്ചെടുത്തതും ഒക്കെ ചെയ്യുന്നു. എന്നാൽ നമുക്ക് ദാവീദിനോടൊന്ന് ചോദിക്കാം. ദാവീദേ, നിന്റെ ജീവിതത്തിൽ ശത്രു നിന്നെ ഞെരുക്കിയപ്പോൾ, നിന്നെ തകർക്കുവാൻ ഓടിച്ചപ്പോൾ, നീ ഏകനായപ്പോൾ, ഏകാന്തതയിൽ എത്തിയപ്പോൾ, ഹൃദയം തളർന്നപ്പോൾ, ക്ഷീണിച്ചപ്പോൾ, മനം ഉരുകിയപ്പോൾ, ദാവീദേ, നീ എന്താണ് ചെയ്തത്? ദാവീദ് സ്തോത്രത്തോട് പറയും, ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമെന്ന് ഞാൻ അപേക്ഷിച്ചു. അതെ, ആ ദൈവം എന്നെ എന്റെ എല്ലാ അവസ്ഥയിൽ നിന്നും വിടുവിച്ചു, ഉയർത്തി, കരങ്ങളിൽ പരിപാലിച്ചു. ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഏകാന്തതയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടോ? ഒരുപക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഭാര്യ മരിച്ചോ, ഭർത്താവ് മരിച്ചോ, കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ടകന്നു പോയോ, നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിലുള്ള സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഞാൻ അറിയുന്നില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. തമ്പുരാന്റെ അടുക്കലോട്ട് അടുത്ത് ചെല്ലുക. നിശ്ചയമായും നമ്മെ നടത്തുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, ആരോഗ്യകാര്യത്തിൽ, ബിസിനസ് കാര്യത്തിൽ, ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന പല പല സ്റ്റെപ്പുകൾ എടുക്കുന്ന
തീരുമാന മേഖലകളിൽ വിഷമിച്ച് ഭാരപ്പെട്ട് മനം തളർന്നു നിൽക്കുന്ന ആരെങ്കിലും ഈ രാവിലെ ഈ വാഗ്ദത്ത വചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, താങ്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും ശക്തമായും സംസാരിക്കുന്നു, സന്ദേശം അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സ് തളരുമ്പോൾ എങ്ങും ഓടിപ്പോകണ്ട. നിങ്ങൾ ദൈവവചനം വായിച്ച് ആയിരിക്കുന്നിടത്ത് മുഴങ്കാലം അടക്കുക. നിശ്ചയമായും നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ മാസം തീരുവാൻ വിരലെ എണ്ണാവുന്ന 2-3 ദിനങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചില നിയമകാര്യങ്ങൾ സാധിക്കേണ്ടിയിരിക്കാം, ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ പൂർത്തീകരിക്കേണ്ടിയിരിക്കാം, ചില കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ചില ബാധ്യതകൾ നിറവേറ്റേണ്ടിയിരിക്കാം. എങ്ങനെയാണ് എന്റെ മുൻപിലോട്ടുള്ള അവസ്ഥകൾ? എങ്ങനെ ഞാൻ ഇതിനെ ധാരണം ചെയ്യും? അതെ, ഓഫീസിലെ പ്രഷർ, നമ്മളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ചില അവസ്ഥകൾ, ആരോടും പറയാൻ പറ്റാത്തത്, ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകാത്തത്, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മാനസികമായി തകരുന്ന ആരെങ്കിലും, മാനസികമായി തകർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ 61-ാം സങ്കീർത്തനം ഇന്ന് നിങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ദാവീദിന്റെ ദൈവം 2024 മെയ് മാസം 29-ാം തീയതി ബുധനാഴ്ചയും ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഏവരെയും ഉള്ളതുപോലെ കൃത്യമായി അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ അടുത്തു ചെല്ലാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്നത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ചില രോഗങ്ങൾക്ക് നാളുകളായി മരുന്ന് കഴിച്ചിട്ട് വേണ്ട ഒരു ഫലം ലഭിക്കാതെ നിരാശയിലായിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ആഗ്രഹിച്ച തീരത്ത് എത്താതെ വണ്ണം അപ്രതീക്ഷിതമായിട്ടുള്ള പല തടസ്സങ്ങൾ നിങ്ങളെ അലട്ടി നിങ്ങൾ ആകമാനം മനം തളർന്നിരിക്കുകയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉയരുവാൻ കഴിയുന്നില്ല, നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. ചിലപ്പോൾ ഒരു ഫോൺ കോളിന് പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരു ഉപകാരമില്ലാതെ പോകുന്നു. അപ്പ, അമ്മ എന്നൊന്ന് വിളിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഈ അവസ്ഥയിൽ ആരോടും പറയാതെ മനം തകർന്നിരിക്കുന്ന മാതാപിതാക്കളെ, വേദനയിലും നിരാശയിലുമായിരിക്കുന്ന എന്റെ കൂട്ടു സഹോദരങ്ങളെ, മനം തളർന്നിരിക്കുന്നവർ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. നിങ്ങളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അത്യുന്നതമായ പാറയെങ്കിൽ നിലനിർത്തുന്ന സ്വർഗത്തിലെ ദൈവം അവിടുത്തെ വലങ്കരം പിടിച്ച് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ. അതിനായി പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മനം തളരുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുവാൻ ദാവീദിൽ കൂടെ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും കുറുക്കുവഴിയും മറുവഴിയും തേടുന്നവരാ. എന്നാൽ ഞങ്ങൾക്ക് ഏക ഒരു വഴിയേ ഉള്ളൂ. യേശുവിൽ കൂടെ മാത്രം പിതാവിന്റെ അടുക്കൽ വരുവാനുള്ള ആ ഏക സത്യദൈവമായ അങ്ങയെ കണ്ടെത്തുവാൻ യേശുവെന്ന ഏക വാതിൽ കൂടെ, ഏക വഴിയിൽ കൂടെ അങ്ങയുടെ അടുത്തെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ പാറയെങ്കിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വിവിധ മാനസിക, ശാരീരിക, ആരോഗ്യ, സാമ്പത്തിക, കുടുംബ ഭാരങ്ങളാൽ വ്യാകുലപ്പെടുന്ന ഈ നിന്റെ മക്കളോട് അവിടുന്ന് ഇടപെടണം. അവരുടെ അവസ്ഥയ്ക്ക് അവിടുന്ന് ഭേദം വരുത്തണം. ദൈവ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹമയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ,
ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ മനം തളരുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ എങ്ങും പോകണ്ട. നമുക്ക് പോകുവാൻ ഒരു ഇടമുണ്ട്. ഒരുപക്ഷെ താൽക്കാലികമായി നാം ചിലരെ സമീപിച്ചേക്കാം. എന്നാൽ മറ്റൊരവസരത്തിൽ അവർ നമ്മെ അത് പറഞ്ഞു കുത്തുകയും കളിയാക്കുകയും നമ്മെ പല വിധത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്യും. എന്നാൽ അടുത്ത് ചെന്നാൽ ഉപേക്ഷിക്കാതെ മാറോട് ചേർക്കുന്ന ആ കർത്താവ് ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ദൈവകൃപയാൽ നിറച്ച് അനുഗ്രഹത്തോടെ നടത്തി പരിപൂർണ വിടുതലും വിജയവും അനുഗ്രഹവും നൽകി ജയോത്സവമായി പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.